friends, once again welcome to my video blog Ajaytechtips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ വാട്സാപ്പിൽ നമ്മൾ കാത്തിരുന്ന രണ്ട് അപ്ഡേറ്റ്, അതായത് അവർ അപ്ഡേറ്റ് തരുന്നു എന്ന് പറഞ്ഞു, എന്നിട്ട് എന്ത് ചെയ്തു, തന്നില്ല. ബീറ്റയിലേക്ക് അത് വരുന്നു, ഓപ്പൺ ആക്കി ഇട്ടിട്ടില്ല, പക്ഷെ ആ അപ്ഡേറ്റ് വന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ പുതിയൊരു ബീറ്റ അപ്ഡേറ്റ് കൊണ്ടുവന്നു. ആ വേർഷൻ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ ഒരു വേർഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് രണ്ട് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതും രണ്ട് കിടക്കാശി അപ്ഡേറ്റ്. നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള തന്നെയാണ് വരുന്നത്. ഈ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൊല്ലം ആദ്യം മുതൽക്ക് പറഞ്ഞ രണ്ട് അപ്ഡേറ്റ് ആണ്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ കസ്റ്റമൈസ് ചെയ്തിട്ട് ഓരോ ചാറ്റിന് നമുക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പിന്റെ ലോഗോ എന്ത് വേണമെങ്കിൽ ചാറ്റിന്റെ ഇതായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വാൾപേപ്പർ ആയിട്ട് നമ്മുടെ ഭാര്യയുടെ ആയിട്ട് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ഭാര്യയുടെ ഫോട്ടോ, ഇനി ലവർ ആയിട്ടാണ് ചാറ്റ് ചെയ്യുന്നത്, എനിക്ക് ലവർ അല്ല, ഇനി നമ്മുടെ ലവർ ഉണ്ടെങ്കിൽ ലവറായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ അവരെ ഫോട്ടോ വാൾപേപ്പർ ആക്കിയിട്ടോ മകളുടെ ഫോട്ടോ ആക്കിയിട്ട് അങ്ങനെ വീട്ടിലുള്ള അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ട് അവരതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാറ്റ് ചെയ്യാൻ പറ്റും. അതായത് കസ്റ്റമൈസ് ചെയ്യാം. ഈച്ച് ആൻഡ് എവരി പേഴ്സന്റെ ചാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാറ്റ് വിൻഡോയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓപ്ഷൻ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും വന്നിട്ടുണ്ട്. അത് ഡിസപ്പിയറിംഗ് പറഞ്ഞു. പക്ഷെ അതിലുള്ള ഡ്രോബാക്ക് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ 7 ദിവസം ആകുമ്പോഴാണ് ഇത് ഡിസപ്പിയർ ആവുള്ളൂ. അപ്പോൾ നമുക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനും, അതേപോലെ തന്നെ നമുക്ക് വേറെ സേവ് ചെയ്ത് വെക്കണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാനും പറ്റും. പക്ഷെ അതെന്താണ് വാട്സപ്പ് അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. നമ്മുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൊക്കെ നമുക്ക് എന്താണ് ഒരു 5 സെക്കൻഡ് മുതൽക്ക് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ഡിസപ്പിയർ ചെയ്യാൻ പറ്റും. അതാണ് ഫേസ്ബുക്ക് മെസ്സഞ്ചറിന്റെ ഒക്കെ ഗുണം. പക്ഷെ വാട്സപ്പിൽ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഇതിൽ ഞാൻ കണ്ട ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ അതിൽ നിന്നുള്ള കുറേ ചാറ്റ് ഫയൽസ് ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഗ്രൂപ്പിൽ എനേബിൾ ആക്കി ഇട്ട് വെച്ചാൽ 7 days എനേബിൾ ചെയ്ത് വെച്ചാൽ അതിലുള്ള വന്ന ഫയൽസ് ഒക്കെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഫോട്ടോയും വീഡിയോ ഒക്കെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് പോകും. അത് സെറ്റ് ചെയ്യാനുള്ള അധികാരം അഡ്മിന് മാത്രമേ ഉള്ളൂ. ഗ്രൂപ്പ് അഡ്മിന് മാത്രമേ അത് സെറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. പിന്നെ നമ്മുടെ പേഴ്സണൽ ചാറ്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ ഒരാൾക്ക് ഫോട്ടോ അയച്ചു കൊടുത്താൽ അത് 7 ദിവസം കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഡെലിറ്റ് ആയി പോകുന്ന രീതിയിൽ. ഇത് അങ്ങനെ ഒരു ഫീച്ചറിൽ ഇനി ഭാവിയിൽ വാട്സപ്പ് അത് റോൾ ഔട്ട് ചെയ്യോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇത് രണ്ട് കാര്യങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ആ ട്യൂട്ടോറിയൽ വീഡിയോ കാണാം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്താം. പിന്നെ വേറൊരു കാര്യം എന്താണ്, ഇങ്ങനത്തെ ടെക് അപ്ഡേറ്റ്സ്, വാട്സപ്പ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുകയും ചെയ്യുക. നിങ്ങൾ വാട്സപ്പിൽ എന്തിനു വേണമെങ്കിലും ഷെയർ ചെയ്തോളൂ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ എന്ത് ചെയ്യുക, ട്യൂട്ടോറിയലിലേക്ക് പോകാം. അപ്പോൾ നേരെ പോവല്ലേ. ഹായ് ഫ്രണ്ട്സ്, വാട്സപ്പിൽ വന്ന ഈ പുതിയ രണ്ട് അപ്ഡേറ്റുകൾ എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ഡിസപ്പിയറിംഗ് മെസ്സേജ്, അത് എനിക്ക് കുറച്ച് അനോയിങ് ആയിട്ടാണ് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ 7 ദിവസം കഴിഞ്ഞിട്ട് ഡിസപ്പിയർ ചെയ്യുള്ളൂ. അതുകൊണ്ട് വലിയ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അപ്പോഴേക്കും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കുക. പക്ഷെ എന്താ ഒരു ഗുണം, അഡ്വാൻറ്റേജ് കാരണം വെച്ചാൽ നമ്മുടെ മെമ്മറി ഫുള്ളാവാതിരിക്കാൻ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വെച്ചാൽ അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഏത് കോൺടാക്റ്റാണ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ 7 days ആണ് അത് ഉണ്ടാവും. അത് ഈ കോൺടാക്റ്റിൽ എനിക്ക് വേണ്ട. അതേപോലെ ഒരു ഗ്രൂപ്പിൽ ഞാൻ കാണിച്ചത് എൻ്റെ വേറൊരു ഗ്രൂപ്പുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ് വോയിസ് ഓഫ് മലബാർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം. ഒരു ഗ്രൂപ്പ് സെർച്ച് ചെയ്തിട്ട് വോയിസ് ഓഫ് മലബാർ എന്നുള്ള ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും നമുക്ക് ഗ്രൂപ്പ് സെറ്റിങ്സിൽ അത് അഡ്മിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 7 ദിവസം ആൾക്കാരെ മെസ്സേജ് നമുക്ക് അവിടെ ഡിസപ്പിയർ ചെയ്ത് പോകണം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസാണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നത് എന്നുള്ള. പിന്നെ അതിലും നല്ലൊരു അടിപൊളി ഫീച്ചർ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമൈസ്ഡ് വാൾപേപ്പർ. അത് ഞാൻ ഇതിന് മുമ്പ് നമ്മൾ ഈ കൊല്ലം ആദ്യം മുതൽക്ക് വരാൻ പോകുന്ന ഫീച്ചർ എന്ന് പറഞ്ഞതാണ്. അതിപ്പോൾ വന്നിട്ടുണ്ട്. ഇത് ബീറ്റ വേർഷൻ ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ ഈ ഒരു ഇതിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇതിന് വാൾപേപ്പർ ഒന്നുമില്ല. പക്ഷേ അജയ് എയർടെൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫോട്ടോ വാൾപേപ്പറായിട്ട് വരുന്നത് കാണാം. അത് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഒന്നുമില്ല. ഇതിനൊക്കെ മുമ്പ് ഇത് ബീറ്റ വേർഷൻ ആക്കും വേണം, അത് അപ്ഡേറ്റ് ചെയ്യും വേണം. ബീറ്റ വേർഷൻ്റെ വേർഷൻ ഞാനത് നേരത്തെ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ആ വേർഷൻ തന്നെ നിങ്ങൾ
ആ വെർഷനിലേക്ക് തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ആക്കുകയും ചെയ്യണം. അപ്പോൾ ഈ 2 ഓപ്ഷൻസും നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ഇത് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തു, ഇവിടെ വാൾപേപ്പർ എടുത്തു. നമ്മൾ സാധാരണ ഉള്ള പോലെ ഇപ്പോൾ ഇവിടെ ഇൻ്റർഫേസ് മാറിയിട്ടുണ്ട്. അതൊന്ന് ലൈറ്റർ ആക്കണമെങ്കിൽ ഡാർക്ക് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് കൊടുക്കുക. നമ്മുടെ ഫോട്ടോസിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇതിൽ നിന്ന് തന്നെയുള്ള ഒരു ഫോട്ടോ ഈ ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, കസ്റ്റം ചെയ്യാൻ പോവാണ്. ഇങ്ങനെ നടുവിലേക്ക് വെച്ചു, സെറ്റ് വാൾപേപ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പം നമുക്ക് ഈ ഒരു പ്രൊഫൈൽ, ഈ ഒരു അക്കൗണ്ട്, അപ്പോൾ നമ്മളിപ്പോൾ വൈഫിൻ്റെ വെച്ചാൽ വൈഫിൻ്റെ ഫോട്ടോ കൊടുക്കുക. അത് ഇങ്ങനെ ഓരോ ആൾക്കാർക്കും നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് അവരെ വാൾപേപ്പർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഗ്രൂപ്പിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആ ഗ്രൂപ്പിന് വേണ്ട ഒരു ഫോട്ടോ നമുക്ക് കാണുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു നല്ല 2 അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം വാട്സപ്പ് യൂസേഴ്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനിയും അപ്ഡേറ്റുകൾ വരാണ്ട്. അപ്പോൾ അങ്ങനത്തെ അപ്ഡേറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം. പിന്നെ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.